ഈസി ആൻഡ് യമ്മി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കണ്ടാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, ഗരം മസാല, കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്. ഫ്രൈ ആക്കിയതിന് ശേഷം അതിന് മാറ്റിയിട്ട് ഇൻ ദ സെയിം പോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സോട്ട് ചെയ്യുക. അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. സവാള നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ട് അത് ചേർത്തിട്ട് അതൊന്ന് സോട്ടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസൊക്കെ ചേർത്തിട്ട് ഒന്ന് സോട്ടാൻ വെക്കുക. ഇതിലേക്ക് ഒരു 5 മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നത്. അപ്പം വേറൊരു പാത്രത്തിൽ മുട്ട ഒന്ന് ചിക്കി എടുക്കുക. നമ്മൾ വെജീസ് ഒന്ന് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ടും കുറച്ച് മല്ലിയിലയും പിന്നെ നമ്മൾ ചിക്കൻ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഒന്ന് ചിക്കി എടുക്കുക. അതും പിന്നെ നമ്മൾ നേരത്തെ മുട്ട ചിക്കി എടുത്തത് അതും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഇനി ഉപ്പോ കുരുമുളകോ എരിവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോട്ട് നമ്മുടെ മസാല ഒന്ന് ബാലൻസ്ഡ് ആക്കി റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ റൈസ് കുക്കായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ മസാലയും ഈ റൈസും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ സോയ സോസും മിക്സ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ടാറ്റാ.